ഹലോ ഡിയർ സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോ ഒടുവിൽ നമ്മുടെ പല്ലവിക്ക് നീതി കിട്ടുന്നു. അതേ കൂട്ടുകാരൻ, നമ്മുടെ കോടതി പല്ലവിക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ദ്രനിൽ നിന്നും എന്നേക്കുമായിട്ട് നമ്മുടെ പല്ലവി മോചനം നേടുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പല്ലവിയെ സഹായിച്ച നമ്മുടെ ഇന്ദ്രജിത്തിന്റെ സ്വന്തം അനിയൻ തന്നെയാട്ടോ. സ്വന്തം അനിയൻ തന്നെ നമ്മുടെ ഇത് കാണാതെ ഒരു ഒളി ക്യാമറ വീടിനുള്ളിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വീടിനുള്ളിൽ നമ്മുടെ ഇന്ദ്രജിത്തും അമ്മയും ചെയ്തു കൂട്ടുന്ന ആ ഒരു കളത്തരങ്ങളും കോലാഹലങ്ങളും ഒക്കെ ക്യാമറ വഴി പകർത്തിയെടുക്കുകയും അത് നമ്മുടെ പല്ലവിയുടെ വക്കീൽ കോടതിയിൽ സമർപ്പിക്കുകയും നമ്മുടെ സ്വന്തം അനിയൻ ഇന്ദ്രജിത്തിന്റെ സ്വന്തം അനിയൻ തന്നെ ഇന്ദ്രജിത്തിനെതിരെ സാക്ഷി പറയാൻ അവിടെ കോടതിയിൽ എത്തുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പല്ലവിക്ക് അനുകൂലമായിട്ട് ആ ഒരു വിധി വരുന്നത് കേട്ടോ. പിന്നീട് ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാട്ടോ. നമ്മുടെ പൊന്നുമടത്തിൽ ഇതൊക്കെ സദ്യ വെച്ചൊക്കെ ആഘോഷിക്കുകയാണ് നമ്മുടെ പല്ലവി, നമ്മുടെ സേതുവും കൂടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ ഹരി ആണെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വീട്ടിൽ പോയി പടക്കമൊക്കെ പൊടിച്ച് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഒടുവിൽ നമ്മളെ കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഹരിയെ ഇന്ദ്രജിത്തിട്ട് വഴിയിലിട്ട് കുറെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പിന്നെ അപ്പുറത്താണെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ സ്വന്തം അനിയനെ നമ്മുടെ ഇന്ദ്രജിത്ത് തന്നെ ആ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ അനിയൻ അവശതയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയും നമ്മുടെ ഇന്ദ്രജിത്തിന്റെ അനിയനെ കാണാൻ വേണ്ടി നമ്മുടെ പല്ലവിയുടെ അനിയത്തി ഓടി ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്ന കുറച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ സന്തോഷത്തോടൊപ്പം തന്നെ കുറച്ചൊക്കെ വേവലാതിപ്പെടുത്തുന്ന നിമിഷങ്ങളും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.